എന്തൊക്കെ വിശേഷം? അപ്പോൾ നമ്മൾ ഈസ്റ്ററിന് ഇന്നൊരു സ്ഥലത്ത് പോവുകയാണ് കേട്ടോ. വേറെ എവിടെയല്ല, എൻ്റെ ഉമ്മച്ചീൻ്റെ ഒരു ചെറുപ്പത്തിലേ ഉള്ളൊരു കൂട്ടുകാരിയുണ്ട്, ഷീജാൻ്റി എന്നാണ് പേര്. അപ്പോൾ ആൻറ്റി വലുതായതിന് ശേഷം, ഞാൻ വലുതായതിന് ശേഷം ഞാനും ആൻറ്റിയാണ് കേട്ടോ കമ്പനി. അപ്പോൾ അങ്ങനെ എന്താവശ്യത്തിന് ഞാൻ ആൻറ്റീൻ്റെ വീട്ടിൽ പോക്കുണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും, സംസാരിക്കും. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു കൂട്ടാണ്. അപ്പോൾ ആൻറ്റി ഈസ്റ്ററായിട്ട് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുവിന് ഓട്ടം ഉള്ളതുകൊണ്ട് അനുവിന് വരാൻ പറ്റില്ല, ഞാൻ പോയി. അപ്പം ഞങ്ങൾ ഓട്ടോയിൽ പോയി ഇറങ്ങുമ്പോൾ തന്നെ ആൻറ്റി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ വന്നപാട് തന്നെ അച്ചുവിനെ എടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ വേഗം കയറിയപാട് അടുക്കളയിലൊക്കെ പോയി നോക്കുകയുണ്ടോ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഫസ്റ്റ് തന്നെ എല്ലാ വീടൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി, അത് കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന്, ഫുഡാണല്ലോ മുഖ്യം. അപ്പോൾ അതൊക്കെ എന്താ നോക്കുകയാണ്. അപ്പോൾ ബീഫ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, ചിക്കൻ കുറുമ ഉണ്ടായിരുന്നു, നെയ്ച്ചോറ് ഉണ്ടായിരുന്നു, പിന്നെ നെയ്പ്പത്തിൽ, പിന്നെ ഉപ്പേരി, വെറുംചോറ്, മീൻ കറി, പിന്നെ ചള്ളാസ്, മോര് കറി, പിന്നെ എന്തൊക്കെയാ, വെള്ളപ്പം, പിന്നെ എന്തൊക്കെയോ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. ആൻറ്റി എന്തൊക്കെയോ കപ്പ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ എല്ലാം ഉണ്ടാക്കി വെച്ചത് ആൻറ്റി ഇങ്ങനെ തുറന്ന് കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മാത്രമല്ല ഉണ്ടായിരുന്നത്, ആൻറ്റീൻ്റെ ഇളയ മോന് സിംഗപ്പൂരായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഓൻ്റെ കൂടെ അവിടെ പഠിച്ചിരുന്ന ഓൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടുകാരും ഉണ്ടായിരുന്നു കേട്ടോ. ആ ചേച്ചിയാണിത്. ആ ചേച്ചി അവൻ്റെ അമ്മയാണ് ആ ചേച്ചി. പിന്നെ അവൻ്റെ അച്ഛൻ, അനിയത്തി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ നല്ല അടിപൊളിയായിട്ടിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ്, പിന്നെ ആൻറ്റീൻ്റെ തൊട്ട് മുമ്പിലുള്ള വീട്ടിലുള്ള അവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു, കമ്പനി അടിച്ചിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ്. പുതിയതായിട്ട് പരിചയപ്പെടുകയാണെങ്കിലും ചിലവരുമായിട്ട് ഭയങ്കര നമ്മൾ എന്താ പറയുക, കൂട്ടാവൂലേ കുറച്ച് സമയമാണെങ്കിലും. അതേപോലെ എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയിട്ടോ. പിന്നെ അവരൊക്കെ തിന്ന് കഴിഞ്ഞപ്പോൾ നമ്മളിരുന്നു, ഞാനും ആൻറ്റിയും ആ ചേച്ചിമാരും എല്ലാവരും കൂടി ഇരുന്നു കേട്ടോ. വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ മെല്ലെ തിന്ന്. അപ്പോൾ അച്ചുവിനെ എല്ലാവരും തിന്നുമ്പോൾ വിളിച്ചു കേട്ടോ. പക്ഷെ അച്ചു പോയില്ലല്ലോ, ഞാനിരിക്കുമ്പോഴേ അച്ചു ഫുഡ് കഴിക്കാനിരിക്കുള്ളൂ. ഞാനിരിക്കുമ്പോഴും ഇരിക്കുകയൊന്നുമില്ല, പിന്നെ നിർബന്ധിച്ച് വിളിച്ച് കൊടുക്കുക, അത്ര തന്നെ. അപ്പം അങ്ങനെ അച്ചുവിന് ഫുഡൊക്കെ ഞാൻ വാരി കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഞാനും കഴിക്കുന്നുണ്ട്, ആൻറ്റിയും എല്ലാവരും. നമ്മൾ വിശേഷമൊക്കെ പറഞ്ഞ് കുറച്ചധികം സമയം എടുത്തിട്ടാ കേട്ടോ നമ്മൾ കഴിക്കാനിരുന്നേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടോ. എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. പിന്നെ പുറത്തൊരു ചെറിയൊരു മാവ് ഉണ്ടായിരുന്നു കേട്ടോ ആൻറ്റീൻ്റെ വീട്ടിൽ. അപ്പോൾ ആ മാവ് നിറച്ച് മാങ്ങ താഴോട്ടായിരുന്നു നിന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മളെല്ലാവരും മാങ്ങയൊക്കെ പറിച്ച് തിന്ന് കുറേ നേരം മുറ്റത്ത് കൂടെയൊക്കെ നടന്ന്, പിന്നെ അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തന്നെ. അങ്ങനെ ഞാനിവിടുന്ന് പോകുമ്പോൾ തന്നെ അത്യാവശ്യം സമയമായിരുന്നു. അപ്പോൾ ഈ മാവിൽ കേട്ടോ താഴെ മാങ്ങ നിൽക്കുമ്പോൾ എല്ലാവരും പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വരേണ്ട സമയമായി. ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. ആൻറ്റി ടൗണ് വരെ ആൻറ്റി കൊണ്ടാക്കി തന്നു സ്കൂട്ടിയിൽ. അത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ ഓട്ടോയിൽ വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം.